നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ പല സുഹൃത്തുക്കളും നമ്മൾ ഒളിഞ്ഞു നോക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തിരുന്നൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മൾ ആരോടാണോ ചാറ്റ് ചെയ്യുന്നത് ചുഴ്ന്നു നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് ഒരു മറ വെച്ചുകൊണ്ട്, അതായത് മറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് ആ കാര്യങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് ഐ അഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സ്റ്റാർട്ട് എന്നുള്ള അവസാന ഭാഗത്തുള്ള ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്ത് ആരോ മാർക്ക് കാണും, വലതു ഭാഗത്തേക്ക് അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും അവസാന ഭാഗത്ത് ഡൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഇൻറ്റു ബട്ടൺ ഉണ്ട്. ഇതുപോലുള്ള പരസ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും മുകളിൽ ഇൻറ്റു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് എത്തും. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് ഇതുപോലുള്ള പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇവിടെ കാണുന്ന ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പൂർത്തിയാകുമ്പോൾ ഒരു പരസ്യം വരും. ആ പരസ്യം നമ്മൾ ഇതുപോലെ കണ്ട് പൂർത്തിയാക്കണം. അപ്പോൾ ഏറ്റവും മുകളിൽ ഒരു ഇൻറ്റു ബട്ടൺ വരും. ആ ഇൻറ്റു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതുപോലെ കാണുമ്പോൾ വലത് ഭാഗത്തുള്ള ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലൊരു ബബിൾ വന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് പോകാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആരോടാണ് ചാറ്റ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ബബിൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിൽ. ആ ബബിളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബബിളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതുപോലെ ആയിരിക്കും നമുക്ക് ആ ബബിൾ കാണാൻ സാധിക്കുക. ഇവിടെ നമ്മുടെ സ്ക്രീനിൽ ചാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ ചാറ്റിങ്ങിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും മാത്രമല്ല ഇവിടെ ഈ ലൈൻ പിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കാണാൻ സാധിക്കുക സൈസ് കുറക്കുമ്പോൾ നമ്മുടെ ചാറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട്. സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കും ചാറ്റിംഗ് പൂർണ്ണമായിട്ട് മറച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ള ഈ ലൈനൊന്ന് പിടിച്ചുകൊണ്ട് അതിൻ്റെ വലിപ്പം നമുക്ക് കുറച്ച് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ആ വലിപ്പം നമുക്ക് കുറച്ച് കൊടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഈ ലൈൻ പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ ഈ ഭാഗം മറച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യുന്ന ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മറച്ച് വെച്ചുകൊണ്ട് നമുക്ക് അവരോട് ഇവിടെ നിന്ന് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും അതിന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ മെസ്സേജിങ് പോകുന്നത് കാണാൻ സാധിക്കും. ഈ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. തുടർന്ന് നമുക്ക് നമ്മുടെ ചാറ്റിലൂടെ കാണാൻ സാധിക്കുകയും വേണ്ടെങ്കിൽ ഈ ബബിൾ വേണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ അവസാന ഭാഗത്തുള്ള ഇൻറ്റു ബട്ടണിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഓഫ് ആവുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.